അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാന്റെ തിരിച്ചടി അത് പ്രത്യക്ഷമായിരിക്കുമോ പരോക്ഷമായിരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇക്കാര്യം ഇറാന്റെ പല നേതാക്കളും സൂചിപ്പിച്ചും കഴിഞ്ഞു. സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ ആയുധം ഉപയോഗിക്കാതെയുള്ള തന്ത്രപരമായൊരു സ്ട്രൈക്കിന് ഇറാൻ മുതിർന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിന് ഇറാന്റെ കൈവശം ഒരു വജ്രായുധമുണ്ട്: ഹോർമുസ് കടലിടുക്ക്. ഹോർമുസ് കടലിടുക്ക് അടച്ച് ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം തടയാൻ ഇറാൻ തീരുമാനിച്ചാൽ ആഗോള എണ്ണ വിപണി പ്രതിസന്ധിയിലാകുമെന്ന് ഉറപ്പാണ്. അത്രത്തോളം പ്രധാനമാണ് ലോകത്തെ സംബന്ധിച്ച് ഈ കുഞ്ഞൻ കടലിടുക്ക്. ഇറാനും ഒമാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കടലിടുക്ക് ലോകത്തെ എണ്ണ വിപണിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാൻ, അറബിക്കടൽ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഈ ജലപാതയിലൂടെയാണ് ആഗോള എണ്ണ കയറ്റുമതിയുടെ 1/5 കടന്നുപോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ 20 മില്യൺ ബാരൽ എണ്ണയാണ് ഒരു ദിവസം ഈ കടലിടുക്കിലൂടെ വിവിധ രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. ആഗോള എണ്ണ വിപണിയുടെ 20%മാണിത്. ചുറ്റുമുള്ള ഒപെക് രാജ്യങ്ങളായ UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളും ഈ കടലിടുക്കിനെ ആശ്രയിക്കുന്നുണ്ട്. ഇവിടെ നിന്നെല്ലാമുള്ള എണ്ണ ലോകത്തിൻ്റെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഏക ആശ്രയം ഈ പാത മാത്രമാണ്. ഇറാനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പ്രയോഗിക്കാവുന്ന ഒരു ആയുധമായിരിക്കും ഈ പാത. ഏതെങ്കിലും തരത്തിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ ഉണ്ടായേക്കാവുന്ന ഒരു പ്രതിസന്ധി ഇറാന്റെ ശത്രുക്കളെ എന്ന പോലെ മിത്രങ്ങളെയും ബാധിക്കും. അതിനാൽ വളരെ ആലോചിച്ച് മാത്രമേ, ഉറച്ചു മാത്രമേ ഈ വിഷയത്തിൽ ഇറാൻ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ വഴിയുള്ളൂ. ഇറാന്റെ യുദ്ധചരിത്രത്തിൽ ഹോർമുസ് ഇതിനു മുൻപും തന്ത്രപ്രധാനമായ സാധ്യതയായിട്ടുണ്ട്. 1980-ലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയിരുന്ന കുവൈറ്റ്, സൗദി എണ്ണ കപ്പലുകൾ ആക്രമിച്ചായിരുന്നു ഇറാൻ അന്ന് മറുപടി നൽകിയത്. ഇറാഖ് ആകട്ടെ പകരം ഇറാനിലേക്ക് മിസൈലുകൾ തൊടുത്തു. പിന്നീട് US പടക്കപ്പലുകളുടെ സുരക്ഷയിൽ കുവൈറ്റ് ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നതെല്ലാം ചരിത്രമാണ്. 2011-12 കാലത്ത് തങ്ങൾക്ക് നേരെയുള്ള യൂറോപ്യൻ ഉപരോധങ്ങൾക്ക് മറുപടിയായി ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു. ഇതിനെ തുടർന്ന് വലിയൊരു ആശങ്ക ആഗോള വിപണിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇറാൻ പിന്നീട് ഈ ഭീഷണിയിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഇറാൻ ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധി കനത്തതാണ്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് US-ഉം ഇസ്രയേലും കനത്ത ആക്രമണം നടത്തുന്നത്. ഒരു പക്ഷേ സമ്മർദ്ദ തന്ത്രം എന്ന രീതിയിൽ ഈ കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ തീരുമാനിച്ചേക്കാമെന്നാണ് ഇറാനിലെ പല മുതിർന്ന നേതാക്കളും പറയുന്നത്. മറ്റൊരു സാധ്യത ഇതിലൂടെ കടന്നു പോകുന്ന അമേരിക്കൻ, ഇസ്രയേലി അനുകൂല കപ്പലുകൾക്ക് നേരെ കനത്ത ആക്രമണം അഴിച്ചുവിടുക എന്നതാണ്. അതായത് ചെങ്കടലിൽ ഹൂതികൾ സൃഷ്ടിക്കുന്ന സമ്മർദ്ദം പോലെയൊന്ന്. ഏറെ പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുള്ള ഈ മാർഗം ഇറാൻ തിരഞ്ഞെടുക്കുമോ എന്നത് യുദ്ധഗതിയെ സംബന്ധിച്ചും നിർണായകമാണ്. ചെങ്കടൽ മേഖലയിൽ സ്വാധീനമുള്ള ഹൂതികളും US-ന് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണത്തിന്റെ അനന്തരഫലങ്ങൾ US അനുഭവിക്കേണ്ടി വരുമെന്നും അമേരിക്കയുടെ കപ്പലുകളും യുദ്ധക്കപ്പലുകളും ചെങ്കടലിൽ മുക്കുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ഗാസയിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ പലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയാണ് അന്ന് ആക്രമണമുണ്ടായത്. ഇതിനു പിന്നാലെ US ഹൂതികൾക്ക് നേരെ വലിയ ആക്രമണവും അയച്ചുവിട്ടിരുന്നു. ഇപ്പോൾ അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിച്ച സാഹചര്യത്തിൽ ഇറാന്റെ നിഴൽ സംഘടനയെന്ന് ഇസ്രയേൽ വിശേഷിപ്പിക്കുന്ന ഹൂതികൾ ആ ചരിത്രം ആവർത്തിച്ചുകൂടായികയില്ല. എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ കപ്പലുകൾക്ക് നേരെയോ തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയോ US ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ യുദ്ധം കരയിലാണെങ്കിലും ആശങ്ക കടലിലാണെന്ന് സാരം.